ആ റിമോട്ട് എടുത്തേ. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഒരു സോണിയുടെ DAV D40 എന്ന് പറഞ്ഞ ഒരു ഹോം തിയേറ്ററാണ്. സോണിയുടെ വില കുറഞ്ഞ ഹോം തിയേറ്ററുകളിൽ ഒരു 4.1 TV സൗണ്ട് കൊടുക്കാനും നല്ല പാട്ട് കേൾക്കാനും ഒക്കെ ഭയങ്കര ക്ലാരിറ്റി ഉള്ള ഒരു സെറ്റാണ്. ഈ സെറ്റ് വർഷങ്ങൾക്ക് മുമ്പ് സോണി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പ് സോണിയുടെ ആനിമൽ മീറ്റിന് പോയപ്പോൾ ഇത് കൂട്ട് പല സെറ്റുകൾ അവർ കാണിച്ചിട്ട് ഞങ്ങളോട് ഇത് പാട്ട് കേട്ടിട്ട് ഇഷ്ടമുള്ള സെറ്റ് സെലക്ട് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാനും കൂടി സെലക്ട് ചെയ്ത് കൊടുത്ത ഒരു സെറ്റാണ് ഈ D40. അന്ന് D10 എന്ന് പറഞ്ഞാണ് ആദ്യം വന്നത്, പിന്നെ D100 വന്നു, D20 വന്നു, ഇത് D40 വന്നു. ഇപ്പോൾ D40 Mark 2 ആണ് ഇപ്പോൾ മാർക്കറ്റിലുള്ളത്. അത് 100 വാട്ട്സാണ്. ഇത് 80 വാട്ട്സ്, D100 100 വാട്ട്സ്, അങ്ങനെ കുറേ മോഡൽസ്. ഞാനിപ്പോൾ പ്രത്യേകം പറയാൻ കാര്യം, വീണ്ടും ഈ D40 ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് കൊടുത്ത സെറ്റ് ഇപ്പോൾ ഒരു ചെറിയ കംപ്ലൈൻ്റ് ആയിട്ട് വന്നിരിക്കുകയാണ്. ഇത് നല്ല പുത്തം പോലെ ഇപ്പോഴും ഇരിക്കുന്നു, ഒരു പൊടിയോ ഒന്നും വീഴാതെ. ഇതിൻ്റെ പുറവശമൊക്കെ കണ്ടോ, എത്ര നല്ല ഭംഗിയായിട്ട് ഈ സെറ്റ് ഇരിക്കുന്നു. വളരെ നല്ല ഒരു രീതിയിലാണ് ഈ സെറ്റ് ഉപയോഗിച്ചിട്ടുള്ളത്. ചില സെറ്റുകളൊക്കെ ഒന്ന് തുടയ്ക്കുക പോലും ചെയ്യാതെ പൊടിയൊക്കെ ആയിട്ട് വരാറുണ്ട്. ഞാൻ കുറ്റമായിട്ട് പറഞ്ഞല്ല, പക്ഷെ അത് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ, കുറച്ച് വൃത്തിയായിട്ടൊക്കെ സൂക്ഷിച്ചാൽ വർഷങ്ങൾ കംപ്ലൈൻ്റ് ഇല്ലാതെ ഇരിക്കും. ഇങ്ങനെ പുത്തനായിട്ടും നമുക്ക് സൂക്ഷിക്കാം. എൻ്റെ അഡാപ്റ്ററെ പോലും ഒരു പൊടിയില്ല. പിന്നെ ഓരോരുത്തരുടെ മെയിൻ്റനൻസ് രീതിയാണ്. അപ്പോൾ ഈ സെറ്റ് പവർ വർക്ക് ചെയ്യില്ല. ഇത് കണ്ടോ, ഇപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ റെഡ് കത്തി നിൽക്കും. വീണ്ടും നമ്മൾ റെഡ് ഞെക്കിക്കഴിഞ്ഞാൽ ഓഫായി പോകും, ഒന്നും തെളിയില്ല. ഇതാണ് ഇതിൻ്റെ കംപ്ലൈൻറ്റ്. അപ്പോൾ നമുക്ക് ഈ സെറ്റിൻ്റെ കംപ്ലൈൻറ്റിലേക്ക് പോകാം, റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ സോണി ഓരോ സാധനങ്ങൾ നിർമ്മിക്കുമ്പോഴും സോണിയുടെ കീ ഡീലേഴ്സിനെയും അതുപോലെ ആനുവൽ മീറ്റിന് പോകുന്ന ആൾക്കാരോടും ഒക്കെ അവർ ഞങ്ങളോടൊക്കെ വളരെ രീതിയിൽ, ഇപ്പോൾ ഒരു ഇയർഫോൺ ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ, ഒരു ഇയർഫോൺ വെക്കുകയാണെങ്കിൽ ആ ഇയർഫോൺ ഒരു 10-20 സൈസ് അവിടെ വെച്ചിട്ട് കാണും. നമുക്ക് ഈ ഇയർഫോണിലെല്ലാം ഒരു പാട്ടായിരിക്കും ഇട്ടിരിക്കുന്നത്. ഈ പാട്ടുകൾ കേട്ടിട്ട് അവിടെ ഒരു മുട്ടുസൂചി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ എല്ലാം പാത്രത്തിൽ. അപ്പോൾ നമുക്ക് ഇയർഫോണെല്ലാം കേട്ടിട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഇയർഫോണിൻ്റെ ഈ മുട്ടുസൂചി എടുത്ത് അവിടെ കുത്തി വെക്കാനൊരു വട്ടത്തിൽ ഇതുപോലെ ഒരു സ്പോഞ്ച് പോലെ ഒരു സാധനം വെച്ചിട്ടുണ്ട്. അതേൽ ഈ മുട്ടുസൂചി കുത്തി വെക്കാം. അപ്പോൾ അവിടെ ചിലപ്പോൾ ഒരു ആനുവൽ മീറ്റർ ഒരു 1500 പേരൊക്കെയാണ്. ഓൾ ഇന്ത്യ ഒക്കെ ചെയ്യുമ്പോൾ 1500-2000 പേരൊക്കെയാണ്. അപ്പോൾ ഈ 2000 പേരിൽ കൂടുതൽ ആൾക്കാർക്ക് ഇതിൽ ഏത് ഇയർഫോണാണ് ഇഷ്ടപ്പെട്ടത്, ആ ഇയർഫോണെ സോണി മാർക്കറ്റിലേക്ക് ഇറക്കുകയുള്ളൂ. അങ്ങനെ ഞങ്ങൾ സെലക്ട് ചെയ്ത് കൊടുത്ത ഒരു സെറ്റാണ്. അതിലെനിക്ക് അഭിമാനമുണ്ട്. ഇത് ഭയങ്കര സക്സസ് ആണ്, ഇപ്പോഴും സക്സസ് ആണ്. ഇതിൻ്റെ മോഡൽസ് മാറി ഇപ്പോഴും ഈ സാധനം മാർക്കറ്റിൽ അവൈലബിൾ ആണ്, റണ്ണിങ് മോഡലാണ്. അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻറ്റ് ഇതാണ്, റെഡ് ലൈറ്റ് കത്തും, ഞെക്കുമ്പോൾ ഒന്നും ആകത്തില്ല. അപ്പോൾ നമുക്കിത് അഴിക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അകം. ഈ സ്പോഞ്ചിനൊക്കെ ഒരിച്ചിരി ഒരു പൂപ്പൽ പോലെ പിടിച്ചിട്ടുണ്ട്. അതൊന്ന് തുടച്ച് കളയുന്നത് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അല്ലെങ്കിൽ ചിലപ്പം അത് ഫംഗസായിട്ട് ഇരുന്നിട്ടേ. നമ്മുടെ കേരളത്തിലെ ഒരു എന്നാ പറയും, നമ്മുടെ ഒരു ഹ്യൂമിഡിറ്റി നിറഞ്ഞ ഒരു അന്തരീക്ഷമാണല്ലോ നമ്മുടെ കേരളത്തിലുള്ളത്. അപ്പോൾ ഹ്യൂമിഡിറ്റി നിറഞ്ഞ അന്തരീക്ഷമായതുകൊണ്ടാണ് ഇത് ഇങ്ങനെ വരുന്നത്. അപ്പം ഞാനൊരു ഐസോപ്പപ്ലിൻ പോലത്തെ ഒരു സാധനം വെച്ച് എന്താണെങ്കിലും തുടക്കുകയാണ്. ഭാവിയിൽ ഇത് പോകാം, പക്ഷേ ഇപ്പോൾ ഇത് തുടച്ച് ഒന്ന് ക്ലീൻ ചെയ്ത് വിടുവാണെങ്കിൽ ഇതൊരു രോഗമാണല്ലോ, ഒരു കുമിൾ രോഗം പോലത്തെ സാധനമാണല്ലോ, ഒരു ഫംഗലാണ്. ആ ഫംഗലിൻ്റെ വളർച്ച ചിലപ്പം നിന്നിട്ട് പിന്നെ കുഴപ്പമില്ലാതെ വരാം. കൂടുതലായിട്ടത് വളർന്നു പോയി കഴിഞ്ഞാൽ വീണ്ടും കംപ്ലൈൻ്റ് ആകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വെള്ളമല്ല, നമ്മൾ ഐസോപ്പപ്ലിൻ പോലത്തെ ഒരു ആൻറ്റി ഏജൻറ്റിനെ ഉപയോഗിച്ച്, ഇത് റബ്ബറാണ്, ഉപയോഗിക്കുകയാണെങ്കിൽ അത്രയും പ്രശ്നം വരത്തില്ല. നല്ലതൊന്ന് ക്ലീൻ ചെയ്ത് ഇടാം. അങ്ങനെ തന്നെ നമ്മൾ കൊടുക്കുന്നത് ശരിയല്ലോ. അപ്പോൾ അത് കഴിഞ്ഞു. പിന്നെ ഇത് ഓണാകത്തതിന് ഇതിൻ്റെ അകത്ത് 3 ബോർഡാണുള്ളത്. അതിൽ
വെടിയെടുത്തു പിടിച്ചേ സ്റ്റെപ്പ് പറയാതെ. ഈ ബോർഡാണ് കംപ്ലൈൻ്റ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇതിൻ്റെ സെൻസർ ഇതെല്ലാം ഇതിലാണ്. അപ്പോൾ നമ്മൾ വേറൊരു ബോർഡ് എടുക്കുവാണ്. പുതിയ ബോർഡ് നമ്മുടെ സ്റ്റോക്കിരിപ്പുണ്ട്. എൻ്റെ ഫുൾ ബോർഡ് നമ്മുടെ കയ്യിലുണ്ട്. ഇപ്പോൾ നമ്മൾ ബോർഡ് ഇട്ടു. അത് നമ്മളതിൻ്റെ പവർ ഓണായി, ഫങ്ഷനും എല്ലാം ഓണാകുന്നുണ്ട്. ഇനി ഒരു പെൻഡ്രൈവ് കുത്തി നോക്കാം. ഒരു പെൻഡ്രൈവ് കഴിഞ്ഞിട്ട് വർക്കിംഗ്. അപ്പോൾ ഈ ബോർഡ് ഫുള്ള് പുതിയത് മാറി വെച്ചു. കാരണം അത് റിപ്പയർ ചെയ്യാൻ നോക്കിയിട്ട് ചെയ്യാമെന്ന്. മിക്കവാറും അത് കംപ്ലൈൻറ്റ് ഇടയ്ക്കൊക്കെ വരുന്ന ഒരു ബോർഡാണ്. പിന്നെ ഈ ഈർപ്പമൊക്കെ അടിച്ചുപയോഗിക്കാതെയൊക്കെ ഇരുന്നിട്ടായിരിക്കും. ഈ ബോർഡ് ഫുള്ള് നമ്മൾ മാറ്റി വെച്ചു. സെറ്റ് റെഡി ആയിട്ടുണ്ട് എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ അടയ്ക്കുകയാണ്. ഇവിടെ ഒരു TV ഇരിപ്പുണ്ട്.